സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ അതിരുവിട്ട പരാമർശവുമായി കെ.ടി. ജലീൽ. ലീഗ് ശക്തമായി തിരിച്ചടിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ് മുൻ മന്ത്രി കെ.ടി. ജലീലിന്റെ പുതിയ ഫേസ്ബുക്ക് കുറിപ്പ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ജലീൽ നടത്തിയ കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിലപാടിനെ മുൻനിർത്തി സാദിഖ് അലി തങ്ങൾ മാപ്പ് പറയണമെന്നും ഖാളി സ്ഥാനത്തിന് അദ്ദേഹം അർഹനല്ലെന്നും ജലീൽ പറഞ്ഞതാണ് വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രതികരണങ്ങൾക്ക് കാരണമായത്. ജലീലിന്റെ പ്രസ്താവന പുറത്തു വന്നതോടെ മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഒരു രാഷ്ട്രീയ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാം, എന്നാൽ ഒരു മതപണ്ഡിതനെയും ഖാളിയെയും ലക്ഷ്യമിട്ട് വ്യക്തിപരമായ അധിക്ഷേപം നടത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. രാഷ്ട്രീയ വിമർശനത്തിനും വ്യക്തിപരമായ ആക്രമണത്തിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. PM-ശ്രീ പദ്ധതി കേരളത്തിൽ ഏറെ വിവാദമായ വിഷയമാണ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായതിനാൽ അതിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിരുന്നത്. മുസ്ലിം ലീഗും UDF-ഉം വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ ഉയർത്തിയിരുന്നു. പിന്നീട് വിഷയത്തിൽ ചർച്ചകളും വിശദീകരണങ്ങളും ഉണ്ടായതോടെ നിലപാടുകളിലും മാറ്റങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസം മുൻനിർത്തി മതനേതാവിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നത് ശരിയായ സമീപനമല്ലെന്നാണ് ലീഗ് അനുഭാവികൾ വാദിക്കുന്നത്. ജലീലിന്റെ കുറിപ്പിലെ ഏറ്റവും വിവാദമായ ഭാഗം സാദിഖ് അലി തങ്ങൾ നാലാംകിട രാഷ്ട്രീയ നേതാവാണ് എന്ന പരാമർശവും ഖാളി സ്ഥാനം ഒഴിയണമെന്ന ആവശ്യവുമാണ്. ഇതൊരു രാഷ്ട്രീയ വിമർശനത്തിന്റെ പരിധി കടക്കുന്നതാണെന്ന് വിമർശനത്തോടെ തന്നെ പറയേണ്ടിയും വരും. കാരണം ഖാളി എന്നത് ഒരു രാഷ്ട്രീയ പദവിയല്ല, മതപരമായ ഉത്തരവാദിത്തമുള്ള സ്ഥാനമാണ്. നിരവധി മഹല്ലുകളിലെ വിശ്വാസികൾ ബഹുമാനിക്കുന്ന വ്യക്തിയെ രാഷ്ട്രീയ ഭാഷയിൽ അധിക്ഷേപിക്കുന്നത് സമൂഹത്തിൽ അനിവാര്യ ഭിന്നത സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ജലീലിന്റെ ഈ പരാമർശം ആശങ്കയും ഉയർത്തുകയാണ്. മുസ്ലിം ലീഗിന്റെ പിന്തുണക്കാർ പറയുന്നത് പാണക്കാട് കുടുംബം പതിറ്റാണ്ടുകളായി കേരളത്തിൽ മതസൗഹാർദ്ദത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിച്ച കുടുംബമാണെന്നാണ്. വിവിധ രാഷ്ട്രീയ ആശയങ്ങളുള്ള ആളുകളുമായി പോലും സംവാദിക്കാൻ ശ്രമിച്ച ചരിത്രമാണ് ആ കുടുംബത്തിനുള്ളതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സമവായം കണ്ടെത്താൻ ശ്രമിച്ച നേതാവെന്ന നിലയിലാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അനുയായികൾ കാണുന്നതും. ജലീൽ തന്റെ കുറിപ്പിൽ ഖാളിയായി ഇനി അംഗീകരിക്കില്ലെന്നും അദ്ദേഹത്തിന്റെ മതവിധികൾ തള്ളിക്കളയുമെന്നും പറഞ്ഞത് വലിയ വിവാദത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വിശ്വാസികളിൽ വികാരപരമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പോലും അഭിപ്രായം. ഒരു ജനപ്രതിനിധിയായിരുന്ന വ്യക്തി പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ സംസാരിക്കേണ്ടതുണ്ടെന്നും വിമർശകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. ലീഗ് നേതാക്കൾ പറയുന്നത് രാഷ്ട്രീയ വേദികളിൽ എത്ര കടുത്ത വിമർശനമുണ്ടായാലും മത നേതാക്കളെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നതാണ്. ആശയങ്ങളെ എതിർക്കാം, തീരുമാനങ്ങളെ വിമർശിക്കുകയും ചെയ്യാം, എന്നാൽ വ്യക്തിയുടെ മതപദവിയെയും സാമൂഹിക ബഹുമതിയെയും അപമാനിക്കുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം മാറരുതെന്നാണ് അവരുടെ എല്ലാവരുടെയും നിലപാടും. PM-ശ്രീ പദ്ധതിയെ ചുറ്റിപ്പറ്റി തുടർന്നും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാം, എന്നാൽ അതിന്റെ പേരിൽ സമൂഹത്തിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് എന്നാണ് വിവിധ സാമൂഹിക സംഘടനകളും ഓർമ്മിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം, വികസനം, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാകണം നടക്കേണ്ടത്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകാൻ പാടില്ലെന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ സംഭവത്തോടെ കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു വലിയ വാദപ്രതിവാദത്തിനാണ് തുടക്കമായിരിക്കുന്നത്. ഒരു വിഭാഗം ജലീലിന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം അത് അതിരുവിട്ട വ്യക്തിപരമായ ആക്രമണമാണെന്ന് വിമർശിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മുസ്ലിം ലീഗിന്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഔദ്യോഗിക പ്രതികരണങ്ങൾ ഈ വിവാദത്തിന് കൂടുതൽ രാഷ്ട്രീയ നിറം പകരാൻ സാധ്യതയുമുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ അന്തിമ നിഗമനത്തിലെത്തുന്നതിന് മുൻപ് എല്ലാ കക്ഷികളുടെയും ഔദ്യോഗിക നിലപാടുകളും പൊതു പ്രസ്താവനകളും പരിഗണിക്കേണ്ടതുണ്ടെന്ന് ഓർക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തിൽ വിമർശനത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും സ്ഥാനമുണ്ടെങ്കിലും അത് പരസ്പര ബഹുമാനവും വസ്തുതകളും അടിസ്ഥാനമാക്കിയാകുമ്പോഴാണ് പൊതു ചർച്ചകൾ ആരോഗ്യകരമാകുന്നത് എന്ന് എല്ലാവരും ഓർക്കണം.